ശിവലിംഗത്തെയും മഹാദേവനെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രം വെച്ച് ലോട്ടറി പുറത്തിറക്കിയിട്ടുണ്ട് കേരള സർക്കാർ. ഹിന്ദുക്കളോട് എന്തു വാങ്ങും അല്ലേ? സുവർണ്ണ കേരളം ലോട്ടറി 34ാമത്തത് ജനുവരി 2-ാം തീയതി നറുക്കെടുക്കുകയാണ്. 1 കോടി രൂപ കിട്ടും. ഇപ്പോൾ ഈ ലോട്ടറി എല്ലാവരും വാങ്ങുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോട്ടറി മേടിക്കുന്നത് ഹിന്ദുക്കളായിരിക്കും അല്ലേ? അപ്പോൾ ആ ലോട്ടറി ടിക്കറ്റിലെ ചിത്രവും നോക്കാറില്ല, മടക്കി വെക്കും. അത് കഴിഞ്ഞ് പത്രത്തിൽ നോക്കിയിട്ട് നമ്പർ നോക്കും, സമ്മാനം ഉണ്ടോ ഇല്ലെന്നറിയാം, കീറിക്കളയും സമ്മാനം ഇല്ലെങ്കിൽ. പക്ഷേ ഈ ലോട്ടറി ആരൊക്കെ തുറന്നു നോക്കിയപ്പോൾ കണ്ടത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഈ ലോട്ടറിയുടെ കാര്യം പറയും മുമ്പ് കേരള ലോട്ടറിയിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന മഹാദേവനായ പരമശിവൻ്റെ പ്രതീകമാണല്ലോ ശിവലിംഗം എന്ന് പറയുന്നത്. ശിവലിംഗത്തിന്മേൽ ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയ ഭാഗത്തു നിന്നും ആർത്തവ രക്തം ഒഴുകി വന്ന് വീഴുന്നത് പോലെയുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഭക്തിയാദരപൂർവ്വം, മഹാദേവനാണ് നമ്മുടെ വിശ്വാസപ്രകാരം, ഈ മഹാദേവനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം കേരള സർക്കാർ മതേതരമായി സെക്കുലറാണെന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ ഒരു ഹൈന്ദവ ബിംബത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു സർക്കാരിൻ്റെ പ്രസിദ്ധീകരണം ലോട്ടറി ടിക്കറ്റ് പുറത്തിറക്കി അത് വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം അപമാനകരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതേപോലത്തെ ഒരു ചിത്രം ജീസസ് ക്രൈസ്റ്റിനെയോ അല്ലെങ്കിൽ യേശുവിനെയോ ചിത്രീകരിക്കുന്ന തരത്തിൽ ഒരു ലോട്ടറി ടിക്കറ്റിൽ വരുമോ? വരില്ല, ഒരിക്കലും വരില്ല. കാരണം അവർക്ക് അത് ചെയ്യുന്നവർക്ക് ജാഗ്രത ഉണ്ടാവും. അതേസമയം അതേപോലൊരു ചിത്രം ഒരു മക്കയിലെ ആ കറുത്ത കല്ലുണ്ടല്ലോ, കാബ എന്ന് പറഞ്ഞാൽ അതിനെ കാണിക്കുന്ന തരത്തിൽ വരും. അല്ലെങ്കിൽ പ്രവാചകൻ്റെ പടം നിഷിദ്ധമാണല്ലോ, ഒരു പ്രവാചകൻ്റെ ഒരു പടം വരയ്ക്കുന്ന പോലെ വരാമോ? എന്തിന്? മുഹമ്മദ് എന്ന് എഴുതിയതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ്റെ കൈവെട്ടിക്കളഞ്ഞ നാടാണിത്. പക്ഷേ അവിടെ ഹിന്ദുക്കളെ നിരന്തരം അപമാനിക്കുകയാണ്. കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ, ശബരിമലയുടെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സഖാവ് പിണറായി വിജയൻ്റെ സർക്കാരാണ് ഈ ലോട്ടറി ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത്. അത് ജാഗ്രത കുറവാണെന്ന് പറയാൻ പറ്റുമോ? ജാഗ്രത കുറവൊന്നുമല്ല, മനഃപൂർവ്വം. അത് ജാഗ്രത കുറവല്ല എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ല, ഇത് ആസൂത്രിതമായി ആലോചിച്ച് ചെയ്തതാണ് എന്നതിന് തെളിവ് ഞാൻ പറയാം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇന്നത്തെ ദിനപത്രത്തിൽ എത്ര എണ്ണത്തിൽ വാർത്തയുണ്ട്, ഇന്നത്തെ ചാനലുകൾ എത്ര എണ്ണം ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ, കേരളത്തിലെ ഇപ്പോഴും ഭൂരിപക്ഷമായിരിക്കുന്ന ഹിന്ദുക്കളുടെ പരമദേവനായ മഹാദേവനെ ആക്ഷേപിക്കുന്ന ആ സങ്കല്പത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു ചിത്രം സർക്കാരിൻ്റെ പ്രസിദ്ധീകരണത്തിൽ, ലോട്ടറി ടിക്കറ്റും സർക്കാരിൻ്റെ പ്രസിദ്ധീകരണമാണല്ലോ, അച്ചടിച്ചു വന്നു എന്നതിനെക്കുറിച്ച് കാമാന്ന് മിണ്ടാതിരിക്കുകയാണ്. നോക്കൂ, നമ്മുടെ മാധ്യമങ്ങളിൽ എത്രമാത്രം ഹിന്ദു വിരുദ്ധമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്. ഒരു കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തനാണ് ഈ പറഞ്ഞതുപോലെ ഹിന്ദുമതം, സനാതന ധർമ്മം എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് അവനൊരു എളുപ്പമില്ലാതെ ആ ചാനലിൽ വന്നിരിക്കുന്നുണ്ട്. അവൻ്റെ പരിപാടി നമ്മൾ കാണുന്നുണ്ട്. ഇവർക്കറിയാം കേരളത്തിലെ ഹിന്ദുവിനെ പറഞ്ഞാൽ ഹിന്ദുക്കൾ പഞ്ചപുച്ഛമടക്കി പ്രതികരിക്കാതെ ഇരിക്കും. ഇപ്പോൾ കേരള ലോട്ടറി, ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഈ ലോട്ടറി പിൻവലിക്കണം, സർക്കാർ അത് പിൻവലിക്കാനൊന്നും പറ്റില്ല, ഒരുപാട് നഷ്ടം ഉണ്ടാകും. അപ്പോൾ ഹിന്ദുവിനെ അപമാനിച്ച് ഒരു സാധനം വിപണിയിലുള്ളതിൻ്റെ പേരിൽ കുറച്ച് പൈസ നഷ്ടപ്പെടാൻ പോലും കേരള സർക്കാർ തയ്യാറല്ല. അപ്പോൾ അവർക്ക് അറിയാം ഹിന്ദുവിനെ അപമാനിച്ചാൽ ഒന്നും വരാനില്ല. കുറേ കാലമായി തുടങ്ങിയിട്ട് വന്ന് സർക്കാർ ഔദ്യോഗികമായി ഹിന്ദുക്കളെ അപമാനിക്കുക എന്ന് പറയുകയാണ്. നമുക്ക് നമ്മൾ ഓർക്കുന്നില്ലേ, എറണാകുളത്ത് ഈ മറൈൻ ഡ്രൈവിലാണ് സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൻ്റെ രൂപത്തിൽ ഒരു കവാടമുണ്ടാക്കി, ആർത്തവ കവാടം. എന്നിട്ട് പിണറായി വിജയനെ അതിനകത്തൂടെ കയറ്റിക്കൊണ്ട് പോകാൻ നോക്കിയതാണ്. പക്ഷേ പിണറായി അവസാന നിമിഷം രക്ഷപ്പെട്ടു. ശബരിമല മുതൽ കേരളത്തിൽ പ്രകടമായി ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കാനും വില കുറച്ച് കാണിക്കാനും ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നു വരിക. എന്തു പറഞ്ഞാലും ആളുകൾ പറയുന്നത് ശിവൻ്റെ അത് തപ്പി നടക്കുകയാണ് നീയൊക്കെ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇവർക്ക് മുഹമ്മദിനെയോ ഇസ്ലാമിനെയോ ജീസസ് ക്രൈസ്റ്റിനെയോ ഒന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ആളുകൾ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന കണ്ടാൽ മിണ്ടില്ല. എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഹിന്ദുക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ആരാണെന്നറിയോ? ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ മൗനമാണ്. ഹിന്ദുക്കൾ മിണ്ടില്ല. അബ്ജോദ് വർഗീസ് എന്ന് പറയുന്ന ഹിന്ദുക്കളെ കൊല്ലണമെന്ന് പരോക്ഷമായി പറഞ്ഞവൻ്റെ ചർച്ച വരുമ്പോൾ ആ ചാനൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ എത്ര ഹിന്ദുക്കളായ പ്രേക്ഷകർ തയ്യാറാവുന്നുണ്ട്? ഇപ്പോഴും നമ്മൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വിഷം കേട്ട് നമ്മളിരിക്കും. കാരണം അവനെന്നൊക്കെ വിളിക്കാവുന്നതിനോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, അപര മതവിശ്വാസത്തെ ഏറ്റവും നിന്ദ്യമായി ആക്ഷേപിക്കുകയും അവരെയൊക്കെ കൊല്ലണമെന്ന് പറയുന്ന ഒരുവനെ ഞാനും കൊല്ലപ്പെടേണ്ട ആളാണ്. സനാതന വർഗീസ് അബ്ജോദ് വർഗീസ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ പകർച്ചവ്യാധിയാണ്,
പകർച്ചവ്യാധിയെ ഇല്ലാതാക്കണം, അപ്പോൾ എന്നെയും കൊല്ലണം എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ അദ്ദേഹം ബഹുമാന്യൻ എന്നൊക്കെ വിളിക്കണോ? അവനെന്ന് തന്നെ വിളിക്കും. പക്ഷേ ഇത് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? വന്ന് നമ്മുടെ കേരളത്തിൽ ഹിന്ദുവിനെ എന്തും പറയാം. കോഴിക്കോട് ഒരു സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റ് പുതിയ കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ ഗണപതി ഹോമം നടത്തി എന്നതിൻ്റെ പേരിൽ CPM കയറി അടിച്ചു ചേർത്തു. ഹിന്ദുവിനെ ഈ രാജ്യത്ത് ജീവിക്കാൻ നിവർത്തിയില്ല. അത് എന്താണ് നോക്കൂ, തമിഴ്നാട്ടിൽ അതായത് കഴിഞ്ഞ ദിവസം കേട്ടതാണ്, അർണബ് പറയുന്നത് കേട്ടു. തമിഴ്നാട്ടിൽ മൊഹറം പെരുന്നാളിൻ്റെ കാലത്ത് മുസ്ലിങ്ങളുടെ പെരുന്നാൾ വരുമ്പോൾ 12,000 ടൺ അരിയാണ് സൗജന്യമായി വിതരണം ചെയ്തത്. എത്രയോ കാലം ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഹജ്ജിന് പോകാൻ സർക്കാരിൻ്റെ സബ്സിഡി ഉണ്ടായിരുന്നു. ഇവർക്ക് ആഘോഷങ്ങൾ വരുമ്പോൾ അവർക്ക് പരിഗണന, അപേക്ഷ കൊടുക്കുക, അപേക്ഷാ ഫീസ് വേണ്ട, പലതിനും ഇതെല്ലാം ചെയ്യും. ഹിന്ദുവിനൊരു വിളക്ക് കൊളുത്താൻ അവകാശമില്ല. ആ മുരുകൻ്റെ മലയിൽ 1000 ആണ്ടുകളായി പ്രവർത്തിക്കുന്ന മുരുകൻ്റെ മലയിൽ അവിടെ അവർ പിന്നീട് ഒരു അക്രമകാരിയായ കൊലയാളിയായ ഒരു മുസ്ലിം ഭീകരൻ്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദർഗയിൽ നിന്ന് 50 മീറ്റർ അപ്പുറത്തുള്ള, തിരുപ്പറംകുன்றത്തെ കാര്യം ഞാൻ പറഞ്ഞത്, 50 മീറ്റർ അപ്പുറത്തുള്ള ഒരു വിളക്ക് മരത്തിൽ ഒരു വിളക്ക് കൊളുത്താൻ ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് അവകാശമില്ല. അപ്പോൾ അത് മതേതരത്വം തകർന്നു പോകും. അപ്പം മതേതരത്വം തകർന്നു പോകും. ഹിന്ദു ഒന്നിച്ചാൽ മതേതരത്വം തകർന്നു പോകും. ഹിന്ദു ഒന്നിക്കണമെന്ന് പറഞ്ഞാൽ അത് മതേതരത്വം തകർക്കാനുള്ള ശ്രമമാണ്. ഹിന്ദു ഒരു വിളക്ക് കൊളുത്തിയാൽ മതേതരത്വം തകർന്നു പോകും. എന്നാൽ ബാക്കിയെല്ലാം ഇവർക്ക് ഹജ്ജിന് പോകുമ്പോൾ സബ്സിഡി കൊടുക്കുക, എൻ്റെയും പ്രിയൻ്റെയും കാശ് നരേന്ദ്രമോദി വരേണ്ടി വന്നു അവസാനിപ്പിക്കാൻ. 50 രൂപ മാസം അംശദായം അടച്ചാൽ വിരമിക്കുമ്പോൾ മുല്ലയ്ക്കും മുക്കുറിക്കും പെൻഷൻ കിട്ടൂടെ? അവർ പറയുന്നത് അത് ഞങ്ങൾ ക്ഷേമനിധി അടച്ചിട്ടാണ് കിട്ടുന്നത്. എത്ര അടയ്ക്കുന്നുണ്ട്? മാസം 50 രൂപ. പ്രസവാനുകൂല്യം കിട്ടും മുസ്ലിം മതക്രിയ ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലേ? പാവപ്പെട്ട നമ്പൂതിരിമാർ അമ്പലത്തിൽ, എത്രയോ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, എത്രയോ ദേവസ്വം ബോർഡിൻ്റെ അല്ലാത്ത ക്ഷേത്രങ്ങളിൽ പണിയെടുത്ത് ഇപ്പോഴും നിത്യവൃത്തിക്ക് ശേഷിയില്ലാത്ത ഹിന്ദു പുരോഹിതന്മാരുണ്ട്. അവർക്കെന്താ ഉള്ളത്? ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനവും രാജ്യവുമാണ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ പണി നടക്കുമ്പോൾ പട്ടി എൻ്റെ കയ്യിലുണ്ട്, അത് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുക. എന്നാലും ഞാൻ പറഞ്ഞു വെക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പണി നടക്കുമ്പോൾ കുറേ ക്ഷേത്രങ്ങളുടെ ഭൂമി ഏറ്റെടുത്തു. നാഷണൽ ഹൈവേ അതോറിറ്റി, കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തു. കാശ് അങ്ങോട്ട് പോയെന്നറിയാമോ? സംസ്ഥാന ട്രഷറിയിലേക്ക് പോയി. ദേവസ്വം ബോർഡിനല്ല പോയത്. ദേവസ്വം ബോർഡിനെങ്കിലും പോയിരുന്നെങ്കിൽ പറയാമായിരുന്നു. സംസ്ഥാന സർക്കാരിന് പോയി. ഈ നാട്ടിൽ ഹിന്ദുവിന് എന്താ ഉള്ളത്? ഹിന്ദുവിൻ്റെ നെഞ്ചത്തേക്ക് ആർക്കും കയറാം. അതാ ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ഭൂരിഭാഗവും ഈ രാജ്യത്തെ അന്യമതസ്ഥർക്ക് കൊടുക്കുമ്പോൾ ഹിന്ദുവിന് ഒരു വിളക്ക് കൊളുത്താൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാടായി പ്രിയപ്പെട്ടവരെ ഇന്ത്യ മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും BJP ഭരിക്കുമ്പോഴാണ്. ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ കുറ്റം പറയല്ല, അങ്ങനെ ഒരു ഭരണം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ കഴുത്തറുത്ത് കൊല്ലപ്പെടുമായിരുന്നു. നമ്മളൊക്കെ എന്നേ നികുതി കൊടുക്കേണ്ടി വന്നായിരുന്നു. നമ്മുടെ പൗരാവകാശങ്ങൾ ഇല്ലാതാകുമായിരുന്നു. നമ്മൾ 2ാം കിട പൗരന്മാരായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, മൻമോഹൻ സിംഗ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട്, എന്താണ്? ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിമുകളാണ്. ഇന്ത്യയിലൊരു എന്തുണ്ടായാലും ആദ്യം കൊടുക്കേണ്ട മുസ്ലിമിനാണ്. ഭൂരിപക്ഷ ജനത ജീവിക്കുന്ന രാജ്യത്താണ്. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച്, ന്യൂനപക്ഷ അവകാശമൊന്നും ഭരണഘടന പറയുന്നില്ല, ന്യൂനപക്ഷ പരിഗണന എന്നേ പറയുന്നുള്ളൂ. ന്യൂനപക്ഷ അവകാശങ്ങളെന്ന് പറയുന്നവർ ഭൂരിപക്ഷത്തിന് ഒരവകാശവും വേണ്ടല്ലേ? ഭൂരിപക്ഷത്തിൻ്റെ ആഘോഷങ്ങൾ പാടില്ല. ബംഗാളിൽ നവരാത്രി വരുമ്പോഴത്തേക്ക് നവരാത്രിയുടെ സമയത്ത് ബൊമ്മക്കൊലു ഉണ്ടാക്കും. ബൊമ്മക്കൊലു ഉണ്ടാക്കി കടലിലൊടുക്കുന്നത് മമത നിരോധിച്ചു. കാരണം അന്ന് മുഹറമാണെന്ന്. ഈ മുഹറം എന്ന് പറയുന്ന ഇത് ആചരിക്കുന്ന ഈ മതമുണ്ടാവുന്നതിന് 10,000 വർഷം ഉണ്ടായതാണ് സനാതനം. സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമായ ഈ ഭൂമിയിൽ ഒരു സനാതനിക്ക് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ഒരു ബൊമ്മക്കൊലു ഉണ്ടാക്കി കടലിലൊഴുക്കാൻ മുഹറം നോക്കണം. എന്ത് രാജ്യമാണിത്? ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച പൊല്യൂഷൻ എന്നാണ്. ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചാൽ മലിനീകരണമാണ്. അല്ലാതെ സുപ്രീം കോടതി പറയുന്നു. സുപ്രീം കോടതി എന്തൊരു രാജ്യമാണ്! അപ്പോൾ പിന്നെ കേരള സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ പിണറായി വിജയൻ ആലോചിക്കണം, നിങ്ങളുടെ ഹിന്ദു വോട്ടുകൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നീ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPMൻ്റെ നെറികേട് കണ്ട് ഹിന്ദുക്കൾ കുറച്ച് പേരൊക്കെ മനസ്സിലാക്കുന്നു. ഇപ്പോഴും മനസ്സിലാവാത്ത ജന്തുക്കളുണ്ട്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ട് കഴിയുന്നവർ. നെറികേടാണ് പിണറായി, നെറികേടാണ്.
KN ബാലഗോപാൽ പേരിൽ ഹിന്ദു അല്ലേ? അങ്ങയുടെ കീഴിലാണ് ധനകാര്യ വകുപ്പാണ് ഈ ലോട്ടറി ഇറക്കുന്നത്. ഞാൻ നോക്കി, കേരള ലോട്ടറി ഡയറക്ടറുടെ പേര് റൺ അബ്രഹാം എന്നാണ്. IRS ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥരാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് മനഃപൂർവ്വമൊന്നുമല്ല, ചുമ്മാ ഒരു പടമൊന്നും അടിക്കുന്നതല്ല. ഓരോ ചിത്രം സെലക്ട് ചെയ്യാനും ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് പ്രിയ. ആരൊക്കെയാണെന്നറിയോ? ലോട്ടറി ഡയറക്ടർ, നേരത്തെ പറഞ്ഞ വിദ്വാൻ, അയാൾ, പിന്നെ ജോയിൻറ്റ് ഡയറക്ടർ, പബ്ലിസിറ്റി ഓഫീസർ, ഒരു കലാവിദഗ്ധൻ, ലളിത കലാ അക്കാദമിയുടെ ആയിരിക്കും മിക്കവാറും നോമിനി, പിന്നെ സർക്കാരിൻ്റെ പ്രതിനിധികൾ. ഇത്രയും പേര് ചേർന്നിരുന്നിട്ടാണ് ഈ ചിത്രം, ഓരോ ചിത്രവും എടുത്ത് പരിശോധിച്ചിട്ട് ഈ പടം കൊടുക്കാം. എബ്രഹാം റൈൻ വളരെ യങ് ആയിട്ടുള്ള ഒരു IRS ഉദ്യോഗസ്ഥനാണ്. പരിചയമുണ്ടോ? എനിക്കറിയാമെന്നുള്ളതാണ്. അയാൾ ഈ തരത്തിലുള്ള പരിപാടിക്ക് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം നിലപാടാണ്. കൂട്ടുനിന്ന് പറഞ്ഞാൽ ഈ സെലക്ഷൻ നിയമപ്രകാരം ഞാൻ നോക്കി എങ്ങനെയാണ് ചിത്രം തീരുമാനിക്കുക. ആരെങ്കിലും ഒരാൾ അല്ല, ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയാണ് ഓരോ ചിത്രങ്ങളും തീരുമാനിക്കുന്നത്. ലളിതകലാ അക്കാദമിയുടെയും ഉൾപ്പെടെ പല ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ എടുത്തിട്ട് അവർക്ക് പ്രതിഫലം കൊടുത്തിട്ടാണ്. പ്രതിഫലം കൊടുത്തെടുക്കുകയാണ്. ഞാൻ നോക്കി ഇപ്പോൾ കേൾക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ കേട്ടത് ടോം ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ചിത്രം വരച്ചതെന്നാണ്. അയാൾ പണ്ട് ദീപിക പത്രത്തിൻ്റെ കാർട്ടൂണിസ്റ്റൊക്കെ ആയിരുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നു. ഉറപ്പല്ല കേട്ടോ. ചിലപ്പോൾ എബ്രഹാം റൈൻ്റെ സുഹൃത്തും ആയിരിക്കാം. ഏതായാലും ഞാൻ ചോദിക്കുന്നത് നേരെ തിരിച്ച്. ഞാൻ ഓർക്കുന്നുണ്ട്, കേരളത്തിലെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഒരു ചിത്രം അടിച്ചു വന്നു. യേശുദേവൻ്റെ ചിത്രമാണ്. ചിത്രം നെറ്റിൽ നിന്ന് എടുത്ത് വെച്ചു, ശ്രദ്ധിച്ചില്ല, അടിച്ചു വന്നു. അടിച്ചപ്പോൾ യേശുവിൻ്റെ കയ്യിലൊരു ബിയർ കുപ്പി ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭ ഇളകി. ആ മാസികയുടെ മുഴുവൻ കെട്ടുകളും പിൻവലിക്കേണ്ടി വന്നു. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. പിന്നെ പറഞ്ഞില്ലേ, മുഹമ്മദ് എന്ന് എഴുതിയതിൻ്റെ പേരിൽ അധ്യാപകൻ്റെ കൈവെട്ടി. ഹിന്ദുവിൻ്റെ പേരിൽ കേരളത്തിലെ കോളേജുകളിൽ SFIക്കാർ എഴുതി വെച്ചില്ല, അയ്യപ്പ ഞങ്ങളുടെ കാലിനിടയിലേക്ക് നോക്കണ്ടാന്ന്. രക്തത്തുള്ളികൾ ഇറ്റു വീഴുന്ന ഒരു കാലും കരണ്ട് തുടകൾ കാണിച്ചുകൊണ്ട് ചിത്രം വരച്ചു വെച്ചത് കേരളത്തിലാണ്. ഇപ്പം മണ്ഡലകാലത്ത് ആരും വരാത്തതുകൊണ്ട് അയ്യപ്പൻ്റെ മാളികപ്പുറത്തുമ്മയായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കാണും. അയ്യപ്പൻ്റെ ചര്യം പോയിരിക്കും, ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജാണ്. അയ്യപ്പന് പല തന്തമാരുണ്ടോ എന്ന് ചോദിച്ചതും ഒരു CPM നേതാവാണ്. ഇപ്പോൾ അയ്യപ്പൻ്റെ തന്തയാണ് നിങ്ങൾ ആക്ഷേപിച്ചിരിക്കുന്നത്. അതെ, മഹാദേവനെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇതൊരു വാർത്തയാവില്ല. എൻ്റെ സങ്കടം അതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ നിഷ്പക്ഷമാണെന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ഹിന്ദു വിരുദ്ധമാണ്. ഓരോ ദിവസവും അവർ തെളിയിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഒരു കേരളത്തിലെ ഇപ്പോഴും 50% മുകളിലുള്ള ആളുകളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ കേരള സർക്കാർ ഒരു സംഭവം പ്രസിദ്ധീകരിച്ചിട്ട്, ഒരു പ്രസിദ്ധീകരണം ഇറക്കിയിട്ട്, ലോട്ടറി ഇറക്കിയിട്ട് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാം. ഇന്ന് വൈകുന്നേരം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ചാനൽ ഇത് ചർച്ച ചെയ്യുമോ? ഇല്ല. നേരെ തിരിച്ചായിരുന്നെങ്കിലോ ചർച്ചയായിരുന്നു. ഇവിടെ കത്തനാരന്മാർ തെരുവിലിറങ്ങും, കന്യാസ്ത്രീകളെയൊക്കെ വിളിച്ചുകൊണ്ട് ജാഥ നടത്തും, അല്ലെങ്കിൽ മൊല്ലാക്കന്മാർ പ്രകടനം നടത്തും. ഹിന്ദുവിന് ആരുണ്ട് ചോദിക്കാം? വെള്ളപ്പള്ളിയുണ്ടോ? സുമാരൻ നായരുണ്ടോ? പാവപ്പെട്ട ഹിന്ദു സംഘടനകളുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽജീനെ ഞാൻ വിളിച്ചിരുന്നു. അനിൽജി എന്നോട് പറഞ്ഞു, ഞാൻ DGPക്ക് പരാതി കൊടുക്കാൻ പോകണം. എന്ത് ചെയ്യും? പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? ഒന്നും ചെയ്യില്ല. ഈ ലോട്ടറി ടിക്കറ്റ് അവർ പിൻവലിക്കില്ല. ഇത് വിറ്റവർ കാശ് മേടിക്കും. നമ്മുടെ പവിത്രമായി നമ്മൾ കരുതുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായ ശിവലിംഗത്തെ ആക്ഷേപിക്കുന്ന ചിത്രവുമായി ഇറക്കിയ ലോട്ടറി ടിക്കറ്റ് ഹിന്ദുക്കൾ വാങ്ങിച്ച് പോക്കറ്റിലിടും, ഒരു നാണവുമില്ലാതെ. നമ്മളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഹിന്ദു ഒരിക്കലെങ്കിലും അഭിമാനിയായി തൻ്റെ ഇടത്തോടെ ശിരസ് ഉയർത്തി നെഞ്ചു വിരിച്ചു നിന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്നേ. അതിലേക്ക് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഞാൻ ഇതിനേക്കാളൊക്കെ വയലൻ്റായി പ്രതികരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് എന്ത് വിലയാണ് പ്രിയ? ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, ഹിന്ദുവിൻ്റെ വിഷമങ്ങൾ എൻ്റെ വിഷമമായിട്ട് കാണുന്ന ആളാണ്. പക്ഷേ നമ്മൾ എത്ര നിസ്സഹായരാണ് പ്രിയ? നമുക്കാരുമില്ലേ? സംഘടിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. സംഘടിക്കുന്നുണ്ടല്ലോ. നമ്മുടെ സംഘടനകൾക്ക് നമ്മൾ ശക്തി കൊടുക്കുന്നില്ല, സംഘടനകളുടെ കൂടെ നമ്മൾ നിൽക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളിതെല്ലാം മറന്നു പോകുന്നു. അപ്പോൾ പറയും, അയ്യോ നമ്മുടെ കാര്യങ്ങൾ പറയുന്ന പാർട്ടിക്ക് വോട്ട് കൊടുത്താൽ നമ്മുടെ പാർട്ടി ജയിക്കത്തില്ല, നമ്മുടെ പാർട്ടിക്ക് വിന്നബിലിറ്റി ഇല്ല എന്ന് പറയും. നമ്മുടെ പാർട്ടിക്ക് എങ്ങനെയാണ് സാർ നിങ്ങൾ പറയുന്നത്? നമ്മുടെ പാർട്ടിക്ക് BJP തന്നെ ഇരിക്കട്ടെ, BJPക്ക് എങ്ങനെയാണ് വിന്നബിലിറ്റി ഉണ്ടാവുക? നിങ്ങൾ വോട്ട് ചെയ്യുമ്പോഴാണ്. BJP ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പുറത്ത് പോയി ഈ പറയുന്ന നരാധവന്മാരായ കാട്ടാളന്മാരായ CPMകാരെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് കുത്തും. അപ്പോൾ എന്ത് പറ്റുന്നറിയോ? ഹിന്ദു നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവന്മാർ അധികാരത്തിൽ വരും. ഇപ്പോൾ പിണറായി വിജയൻ ഒരുപക്ഷെ ഹിന്ദുത്വം പറയുന്നു എന്നുള്ള കേട് തീർക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ സൂചിപ്പിക്കാനായിരിക്കും ഒരു ക്രിസ്ത്യാനി വരച്ച ചിത്രം ക്രിസ്ത്യാനി ഡയറക്ടറായിട്ടുള്ള സ്ഥാപനം വഴി
ഇറക്കിയത് ന്യൂനപക്ഷങ്ങൾക്ക് സന്തോഷമാകുമെന്ന് പിണറായി കരുതുന്നുണ്ടോ? ഇല്ല പിണറായി. ആ ന്യൂനപക്ഷങ്ങളിലും ഇതിനോടൊക്കെ ഈ കാണിക്കുന്നത് മര്യാദയല്ല എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കറിയാം, ഹിന്ദു നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് ക്രിസ്ത്യാനികളും ഒരുപാട് മുസ്ലിമുകളും ഉണ്ട്. എനിക്കറിയാം. പിണറായിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കഷ്ടമാണെന്ന് ഞാൻ പിണറായിട്ടല്ല പറയുന്നത്, എൻ്റെ സഹോദരങ്ങളോടാണ് പറയുന്നത്. കഷ്ടമാണ്. എന്തിനാണ് നമ്മൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയും കൂടിയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.